ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു പാർട്ടി മേക്കപ്പ് ലുക്കാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം നല്ലൊരു വെഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ. അപ്പം സിമ്പിളായിട്ട് എങ്ങനെ ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കിറോൻ്റെ ലിപ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പാക്കിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ എപ്പോഴും പ്രൈമറൊന്നും യൂസ് ചെയ്യാറില്ല. പെട്ടെന്ന് നമ്മൾ ഡെയിലി നമ്മൾ പുറത്തെല്ലാം പോകുന്ന സമയത്ത് ഡെയിലി യൂസിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഫംഗ്ഷന് പോകുമ്പോൾ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. ദെൻ ബോബി ബ്രൗണിൻ്റെ ഒരു ബേസാണ്. ഇതെൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. എല്ലാം കുറച്ച് മതി, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. ശരിക്ക് എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഇപ്പം ബേബി ആയ ശേഷം നല്ലോണം ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഫങ്ഷനോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റർ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് കറക്റ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഹാഷ് അല്ലെങ്കിൽ കറക്റ്റ് ഷെയ്ഡാണെങ്കിൽ പോലും ഒരു ഹാഷ് അടിക്കുന്ന പോലെ തോന്നും. ഞാനെപ്പോഴും ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്തിട്ടാണ് യൂഷ്വലി മേക്കപ്പ് ചെയ്യാറുള്ളത്. ഞാനത് കംഫർട്ടാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്ലോ കൊടുക്കാം. മാസിൻ്റെ ഗ്ലോ പ്രൈമറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് ഇത്. നല്ല ഗ്ലോയി ആയിട്ടുണ്ടാവും. കണ്ട, ഈ പ്രൊഡക്റ്റ് ഇടുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടാത്ത ആൾക്കാരാണെങ്കിൽ ശരിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര നല്ലതാണ്. കാരണം ജസ്റ്റ് ഒരു ഗ്ലോ കൊടുക്കും. ഓക്കെ, ദെൻ ഞാൻ ഷാർലോട്ട് ടിൽബറിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഗ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല. സോ ജസ്റ്റ് ചീക്കിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെന്നിലും കുറച്ച് മൂക്കിലും കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതി. നമ്മൾ കുറേ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹെവി ആയിട്ടുണ്ടാവും. ദെൻ ബ്ലഷ് എനിക്ക് കുറേ ഇഷ്ടമാണ്. ബ്ലഷ് ഇങ്ങനെ കുറേ ഇട്ടിട്ട് ബാക്കി ഫുൾ തുടച്ച് കളയണം. ഞാൻ എൻ്റെ ബ്രൈഡ്സിനും നല്ലോണം ബ്ലഷ് ഇട്ട് കൊടുക്കലുണ്ട്. കാരണം എനിക്ക് ആ ഒരു പിങ്കി ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ നമുക്ക് ഐ മേക്കപ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂഷ്വലി ഒന്നും ചെയ്യാറില്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ട് ലെൻസോ അല്ലെങ്കിൽ കുറച്ച് ഒരു വിങ്സ് മാത്രമേ യൂസ് ചെയ്യല്. നമുക്ക് എന്തായാലും ഒരു വിങ് ഇടാം. വിങ് ഇടണേ കുറച്ച് മുന്നോട്ടിരിക്കണം. അയ്യോ, എപ്പോഴും ഇതും രണ്ട് രീതിയിലുണ്ടാവാറ്. ശരിക്കും ഞാൻ കാണില്ല. ഇത് മതി. ഇത്
റെഡിയായാൽ മതി. എല്ലാവർക്കും ഉണ്ടാവില്ലേ പ്രശ്നം? ഈ വിങ് റെഡിയാവും, ഈ വിങ് റെഡിയാവാത്ത. എനിക്കെപ്പോഴും അങ്ങനെയാ. അയ്യോ, കൊളായ. ഓക്കെ, കൊളായും തോന്നുന്നു. കൊളായി. നമുക്കിത് തുടക്കാം. കൊളായി. ഇപ്പോൾ കുറച്ച് റെഡിയായി. ഇത് കെ ബ്യൂട്ടീൻ്റെ ഐലൈനറാ, അങ്ങനെ തുടച്ചാലൊന്നും പോവില്ല. ഓക്കെ, ഐലൈനറും മസ്കാര ഇട്ടാൽ തന്നെ നമ്മൾ നല്ല സുന്ദരികളാവും. മസ്കാര ഞാൻ ബെനഫിറ്റിൻ്റെ എപ്പോഴും യൂസ് ചെയ്യല്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കുറച്ചതായി. മസ്കാര ഇടുമ്പോൾ അധികം നമ്മളിവിടെ ഇങ്ങനെ താഴായി പോവും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, തുടച്ചിട്ട് മാറ്റിയിട്ട് തന്നെ ചെയ്യണം. കാരണം ആ ബ്ലാക്ക് പിന്നെ എല്ലാവരുടെയും ഉണ്ടാവും. ദെൻ നമുക്ക് അതിലേക്ക് ഞാൻ ജസ്റ്റ്, ഇത് ശരിക്കും പ്രോഷിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. പക്ഷെ എനിക്കിത് ഐസിലേക്ക് ഭയങ്കര ഇഷ്ടം അപ്ലൈ ചെയ്യാൻ. ലൈറ്റായിട്ടൊന്ന് കൊടുത്താൽ മതി. ഒന്ന് നല്ലോണം സ്മാർട്ട് ചെയ്യാം. യെസ്, എന്നിട്ട് നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ഇടാം. ഓക്കെ, ഇത് അർബൻ ഡിക്കയുടെ ഗ്ലിറ്ററാണ്. ശരിക്കും എൻ്റെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നതാ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. കച്ചറ കുറച്ച് മതി. ഓക്കെ, ദെൻ ശരിക്കും ഈ ലിപ് ടിൻറ്റ് യൂസ് ചെയ്താൽ ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല. നല്ലൊരു പിങ്കി ആയിട്ടുണ്ടാവും. ബട്ട് നമുക്ക് നല്ല ലിപ്സ്റ്റിക് ഇടണമല്ലോ. അപ്പം ഞാൻ ലാക്മിയുടെ ന്യൂട്ടിസ്റ്റ് ഇടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേറൊരു ഷെയ്ഡ് കൂടി മിക്സ് ചെയ്യാം. ഈ ഷെയ്ഡ് തന്നെ നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ ഇതുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കിറോയുടെ നട്ട്മെഗ് ന്യൂഡ്. ഈ ലിപ്സ്റ്റിക് ഇറങ്ങിയ മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊരു 5 or 6 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടാവും. ഫുൾ ടൈം നട്ട്മെഗ് ന്യൂഡാണ് യൂസ് ചെയ്യല്. ദെൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ഇതൊന്നും ഒലിച്ചു പോകാൻ ഇങ്ങനെ തന്നെ വേണ്ടേ. അപ്പം ഞാൻ മാക്കിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അണ്ടർ ഐസും ഞാൻ സ്വെറ്റ് ആകുന്ന ഏരിയാസ് മാത്രം എടുക്കാം. ഞാൻ അണ്ടർ ഐ ഒരിക്കലും കൺസീലറോ കറക്റ്ററോ വെച്ച് കറക്റ്റ് ചെയ്യാറില്ല. എനിക്കിങ്ങനെ ഇത് കുറച്ച് ബ്ലാക്ക് ആയിട്ട് കണ്ടാലും വലിയ കുഴപ്പമില്ല. കാരണം ആ ഒരു ഗ്രേഷോ അല്ലെങ്കിൽ ആ ഒരു ഓക്സിഡൈസ് ആവാണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഡിയാൽബയുടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. താഷ ബേബി പുറത്തുനിന്ന് നല്ല കരച്ചില്ല, നമുക്ക് വേഗം ഫിനിഷ് ആക്കാം. ഓക്കെ, ദെൻ ഞാൻ ഈ പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യല്. ബട്ട് എനിക്ക് തോന്നുന്നു
ഇതിലേക്ക് ആവശ്യമില്ല, കാരണം ഓൾറെഡി എൻ്റെ ഐബ്രോ കുറച്ച് സ്പ്രെഡ് ആയിട്ടുള്ളത്, ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇതിലെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻഡിൽ മാത്രമേ യൂസ് ചെയ്യല്. അപ്പം ഇതിലേക്ക് വേണ്ട, ദിസ് ഇസ് ഇനഫ്. ഓക്കെ, നമുക്ക് ഒന്ന് ഷാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് കാണാം. ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഈ സൽവാർ എവിടെന്ന് ചോദിച്ചാൽ കയലി കൊച്ചർ. ഓക്കെ, ദെൻ ഞാനിപ്പം മേക്കപ്പിന് യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഡ്രഗ് സ്റ്റോർ പ്ലസ് ഹൈ എൻഡ് ബ്രാൻഡ്സ് ആണ്. ഞാൻ ഡെയിലി ഈ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിലുള്ള പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ മേക്കപ്പ് റിലേറ്റഡ് എന്തൊക്കെ കണ്ടന്റ്സ് വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡെയിലി മേക്കപ്പ് റൂട്ടീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെരി സിമ്പിളായിട്ടുള്ള കുറച്ചൊരു 3-4 പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.